എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഈ ഹോർത്തൂസിന് ഇവിടെ നമുക്ക് ഒട്ടേറെ വേദികളുണ്ട്. പക്ഷേ ഷീബ അമീറിനെ നിങ്ങളോട് സംവദിക്കാനായിട്ട് പ്രകൃതി തന്നെ തിരഞ്ഞെടുത്ത ഒരു വേദിയാണിത്. ഇത് നമ്മളിരിക്കുന്നത് കോഴിക്കോട് ബീച്ചിലെ ഒരു ലൈറ്റ് ഹൗസിൻ്റെ ചുവട്ടിലാണ്. ഈ കടലിലൂടെ പണ്ടുകാലത്ത് ഒഴുകിയിരുന്ന കപ്പലുകൾക്ക് അല്ലെങ്കിൽ വള്ളങ്ങൾക്ക് ഒക്കെ അത് കാറ്റിലും കോളിലും പെട്ട് കഴിയുമ്പോൾ അത് കര കാണിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ കാലാകാലങ്ങളായി നിന്നിട്ടുള്ള ഒരു ദീപസ്തംഭത്തിൻ്റെ ചുവട്ടിലാണ്, ഈ ലൈറ്റ് ഹൗസിൻ്റെ ചുവട്ടിലാണ് നമ്മളിരിക്കുന്നത്. ഇതൊരിക്കലും നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തതല്ല, പക്ഷെ അത് പ്രകൃതി തന്നെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്ന ഒരു വേദിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഷീബ അമീർ കേരളത്തിലെ മലയാളി മനസ്സുകൾക്ക് മുന്നിൽ, അതിലുപരി വിവിധ രോഗങ്ങളാൽ വലയുന്ന കുട്ടികളുടെ അവരുടെ ആ ഒരു മക്കളുടെ രോഗദുരിതവുമായി ഈ സങ്കടങ്ങളുടെ കടലിൽ സഞ്ചരിക്കുന്ന അമ്മമാരുടെ അവർക്ക് സാന്ത്വനത്തിൻ്റെ കര കാണിച്ചു കൊടുക്കുന്ന ഒരു ലൈറ്റ് ഹൗസാണ് ഷീബ അമീർ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ചെറിയ കാര്യമാൽ അല്ല. ഞങ്ങൾ തൃശ്ശൂരുള്ള കാലത്ത് ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ദീർഘകാലം ഞാൻ സോലേസിൻ്റെ സ്ഥാപനത്തിലും ഷീബ അമീറിൻ്റെ വീട്ടിൽ ചില സംഗീത സദസ്സുകൾ നടക്കുമ്പോഴൊക്കെ വരികയും പങ്കെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യകാലത്ത് 2007 സോലസ് രൂപപ്പെടുന്ന സമയത്ത് ഈ സ്ഥാപനത്തിൻ്റെ പേര് പലർക്കും കൺഫ്യൂഷനായിരുന്നു. പലരും സോ ലെസ് എന്നാണ് പറഞ്ഞിരുന്നത്, സോ ലെസ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം മാറി, സോ ബിഗ്ഗായി മാറി. അതാണ് ഷീബ അമീറിൻ്റെ പ്രവർത്തനങ്ങൾ വളർന്നു വന്നതിൻ്റെ ഒരു ഘട്ടം. ഇപ്പോൾ നമുക്കറിയാം, ഏകദേശം ആയിരക്കണക്കിന് കുട്ടികളുടെ മാത്രം നമ്മൾ പറയരുത്. ഒരു വീട്ടിലൊരു രോഗബാധിതയായ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ശരിക്കും അതിൻ്റെ എല്ലാ ദുരിതങ്ങളും അനുഭവിക്കുന്നവരുടെ മാതാപിതാക്കളാണ്. അപ്പോൾ ആ ഒരു കുടുംബങ്ങളുടെ മൊത്തം ഒരു അത്താണിയായിട്ട് മാറിയിട്ടുള്ള ശ്രീ ഷീബ അമീറിനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലെങ്കിൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ഈ ഷീബ അമീറിനെ ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തതുപോലെ ഇതിലേക്ക് കൊണ്ടുവന്നത് മറ്റൊരു ലൈറ്റ് ഹൗസാണ്. അത് ഷീബ അമീറിൻ്റെ മകളാണ്, നിലൂഫറാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, നിലൂഫറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ട്, അതെ 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 കണ്ടിട്ടുണ്ട്. നിലൂഫർ എന്ന് പറഞ്ഞാൽ അത് താമര അല്ലേ? അതെ. ഈ പേരുകളൊക്കെ എവിടെ നിന്നാണ്? ഇപ്പോൾ സോലസ് എന്നുള്ള പേര് അതിന് സാന്ത്വനം എന്നുള്ളൊരു അർത്ഥമുണ്ടെങ്കിലും അതിനൊക്കെ അപ്പുറത്തേക്ക് ആ വാക്ക് വളർന്നു പോയി. എവിടെ നിന്നാണ് ഈ പേരുകളൊക്കെ കിട്ടുന്നത്, നിലൂഫർ എന്നുള്ള പേരുമൊക്കെ കിട്ടുന്നത്? നിലൂഫറിന് നമ്മളൊരു ബംഗാളി നെയിം ഇടണമെന്നൊക്കെ വിചാരിച്ചിരുന്നു, അങ്ങനെ ഇട്ടതാണ്. മോൻ്റെ പേര് നിഖിൽ എന്നാണ്, ഇതൊരു ബംഗാളിയാണ്. സോലസ് എന്നുള്ള പേര് വെക്കുന്നതിന് സാന്ത്വനം എന്നാണെങ്കിൽ തന്നെയും അതിനൊരു അർത്ഥമുണ്ട്. അതായത് ഞാൻ മോളുമായിട്ട് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് മോളെ നോക്കിയിരുന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരിൽ ഒരാളാണ്. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ ജോൺ ഹോപ്കിൻസിലൊക്കെ പ്രൊഫസറായിട്ടുള്ള, ഇന്ത്യയിലെ ആദ്യമായിട്ട് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളുടെ കുട്ടിക്ക് അത്രയും അപകടമുള്ള രോഗമാവുകയും നമ്മൾക്ക് ചോദിച്ചാൽ ഉത്തരം തരുന്ന ദൈവത്തിനോട് നമ്മൾ ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദൈവം പോലെയാണ് നമ്മുടെ മക്കളെ നോക്കുന്ന ആ ഒരു സമയത്ത് നോക്കുന്ന ഡോക്ടർ നമുക്കുണ്ടാവുക. അപ്പോൾ നമ്മളുടെ 100,000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും അവളുടെ ജീവൻ എങ്ങനെയാണ് എന്നൊക്കെ നോക്കുമ്പോൾ നമ്മളെന്തെങ്കിലും ആ ഒരു സങ്കടം പറയുമ്പോൾ അദ്ദേഹം നമ്മളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭയങ്കര നമ്മളോട് സമാധാനം പറയും. ആ ഒരു സമാധാനം നമ്മളിങ്ങനെ ചുട്ടുപൊള്ളുന്ന മണലിൽ ഒരു തുള്ളി വെള്ളം വീഴുന്ന പോലെയുള്ള ആശ്വാസമാണ് അത് കേൾക്കുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ ഡിക്ഷണറിയിൽ സോലസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൂർവിഷ് എന്നാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യും അതിന് നിങ്ങളുടെ പേരിടുന്നു. അപ്പോൾ ആ ഒരു മനുഷ്യന് ഇത്രയും വേദനയുള്ള സമയത്ത്, ഇത്രയും ഉള്ളു നെഞ്ചു നീറുമ്പോൾ ഒരു മനുഷ്യൻ്റെ വാക്ക് ഇത്ര സാന്ത്വനമാകാൻ പറ്റുമെന്ന് എനിക്ക് കാണിച്ചു തന്നത് പൂർവിഷാണ്. ഇത്രയും വലിയ പൊസിഷനിലിരിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ ചേർത്ത് പിടിക്കുന്നത് അത് ഹ്യൂമൻലി പോസിബിൾ ആണ് എന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് സോലസ് എന്നുള്ള പേര് നമ്മൾ വെക്കാൻ കാരണം. നമുക്കൊരു ചെറിയ വീഡിയോ കാണാം. എക്സ്ക്യൂസ് മീ, ഫസ്റ്റ് വീഡിയോ. അയ്യോ,
പാപനാശകമായ തന്റെ ദൈവവാസനെ പരിപോഷിപ്പിക്കുന്നതിന് പ്രചോദനമാവുകയും ചെയ്തു. ആ പ്രചോദനമാണ് ഈ ക്യാൻസർ രോഗം ബാധിച്ച എല്ലാ കുട്ടികളിലും നീലുവിനെ കാണാൻ ഷീബ അമീറിനെ പ്രേരിപ്പിച്ചത്. നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പോൾ കണ്ടത് നിലൂഫറിനെയാണ്. അതുപോലെ ഇത് വന്നെത്തി നിൽക്കുന്നത് സാനുമാഷിലാണ്. സാനുമാഷ് ഷീബ അമീറിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എപ്പോഴും ഒരു പിതൃതുല്യമായ സ്നേഹത്തോടു കൂടി ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഷീബ അമീറിൻ്റെ ജീവിതത്തിൽ ലൈറ്റ് ഹൗസ് ആയിട്ട് വന്ന നിലൂഫറിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു നന്മയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാരിറ്റി ഓർഗനൈസേഷനിലേക്കൊക്കെ വരാനായിട്ട് എല്ലാവർക്കും ഒരു കാരണം ഒരാൾ വേണം. ഈ നിലൂഫറിൻ്റെ ഒരു സാന്നിധ്യം ഇപ്പോഴും എങ്ങനെയാണ് സജീവമായിട്ട് ഷീബ അമീറിൻ്റെ മനസ്സിൽ ഈ മുന്നോട്ട് പോകുമ്പോൾ നിൽക്കുന്നത്? അത് തരുന്ന ശക്തി എന്താണ്? അത് സന്തോഷം. നമുക്ക് ഓരോ നമ്മളുടെ ഏത് കുട്ടികളുടെ പ്രശ്നം പറയും. ഇപ്പം ഞങ്ങളുടെ സോലസിലൊരു കുട്ടി മിനിയാന്ന് കുറച്ച് ദിവസം മുമ്പേ, അതായത് 2-3 ദിവസം മുമ്പ് എനിക്ക് റീജിയണൽ ക്യാൻസർ, ഞാൻ അമേരിക്കയിലുള്ളപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നിന്ന് ഒരു ഡോക്ടറുടെ മെസ്സേജ് വരികയാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല. ആ കുട്ടിക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ആ കുട്ടിയെ നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല, ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഇനി പാലിയേറ്റീവ് കെയർ മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് അത്. എങ്കിലും പിന്നെ ഇന്നലെ ഞാൻ ഓഫീസിൽ വന്ന ദിവസം ഈ കുട്ടിയുടെ അമ്മ എൻ്റെ അടുത്ത് വരികയാണ്. അപ്പോൾ എന്തായിരിക്കും ആ അമ്മയുടെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് ഒരു നിമിഷം പോലും വേണ്ട. കാരണം ഞാൻ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ്. ഒരു കുട്ടിക്ക് ജീവൻ അപകടമാണ്, ഏത് നിമിഷവും മരിച്ചു പോയേക്കാമെന്ന് പറയുന്ന ഒരു കുട്ടിയുമായിട്ട് 16 കൊല്ലം ജീവിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് എൻ്റെ നീലു ഓരോ നിമിഷവും ഞാൻ ഒരിക്കലും മറക്കരുത് എന്ന് വിചാരിക്കുന്ന വേദനകളാണത്. ആ വേദനകളാണ് നമ്മളെ ഒരിക്കലും മടുപ്പിക്കാതെ, നമ്മളെ തളർത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ വേദനകളാണ്. കാരണം ഇപ്പോൾ ഈ കുട്ടീൻ്റെ കാര്യം പറയുമ്പോൾ ഈ കുട്ടിയുടെ അമ്മയോട് ഇന്നലെ ഞാൻ സംസാരിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ചെയ്യാം, നീ വിഷമിക്കരുത് എന്ന് പറയുമ്പോൾ ഞാനിരുന്ന പൊസിഷനാണല്ലോ ഇത്. അത് എത്ര പെയിൻഫുള്ളായിരിക്കും. അപ്പം നീ ഒരിക്കലും കുഞ്ഞിൻ്റെ മുന്നിൽ കരയണ്ട എന്ന് പറയുന്നിടത്ത് അപ്പം നീലും ഓരോ മൊമെൻറ്റിലും എൻ്റെ ഇതിലുണ്ട്. അത് ആ കുഞ്ഞായിട്ടും ആ കുഞ്ഞിൻ്റെ മുന്നിൽ ഞാനെങ്ങനെ നിൽക്കണമെന്നുള്ള ശക്തിയായിട്ടും ഒക്കെ ഉണ്ട്. മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്, ഇപ്പം നിങ്ങളൊക്കെ പറയും പോലെ നമ്മൾക്കൊരു വഴി കാട്ടാൻ വേണ്ടി ഉദിച്ച നക്ഷത്രമാണ് അവളെങ്കിൽ ആ അമ്മയ്ക്ക് വഴി കാട്ടി അമ്മ അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തി ഈ ലോകത്തുനിന്ന് മറഞ്ഞൊരു കുട്ടിയാണ് നീലു. അതെനിക്ക് എപ്പോഴും ദീപ്തമായിട്ടുള്ള വഴികാട്ടി തന്നെയാണ്. അങ്ങനെ സാധാരണ അമ്മമാർ മക്കളെ ജീവിതം പഠിപ്പിക്കുമ്പോൾ മകൾ ജീവിതം പഠിപ്പിച്ച ഈ അമ്മ ഒട്ടേറെ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, മലയാള മനോരമയുടെ തന്നെ വനിതാ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുണ്ട്. അതുപോലെ CNN-IBൻ്റെ റിയൽ ഹീറോ പുരസ്കാരം നേടിയിട്ടുണ്ട്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ പുരസ്കാരമടക്കം പുരസ്കാരങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര പുരസ്കാരങ്ങളുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഷീബ അമീറിൻ്റെ ജീവിതത്തിൽ പല പുരസ്കാരങ്ങൾ കിട്ടുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവിടെ സൊലേസിലൊക്കെ വരുന്ന ചില അമ്മമാരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ ഒക്കെ അത്തരം അതൊക്കെയാണ് ശരിക്കും കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങളെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ഒന്ന് കാണിക്കാമോ? അതിൽ വോളിയം അല്പം കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അനുഭവം നമുക്ക് ഷീബ അമീർ തന്നെ നമ്മോട് സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഈ ഒരു മാസം എത്ര രൂപ ഉണ്ടെങ്കിലാണ് സൊലാസിൻ്റെ പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത്? എത്രത്തോളം കുട്ടികളിലേക്കാണ് അത് എത്തുന്നത്? ഒരു 50 ലക്ഷം രൂപയാണ് ഒരു മാസം നമുക്ക് വേണ്ടത്. അത് ഓരോ മാസവും കൂടി വരുന്നതാണ്. പിന്നെ നമ്മൾ 5600 കുട്ടികളെയാണ് നമ്മൾ എല്ലാ മാസവും സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 5600 കുട്ടികൾക്കും ഒരു വലിയ കയ്യടി നമുക്ക് അത് കൊടുത്തേ തീരും. കാരണം 5000-ലേറെ കുട്ടികൾ, 50 ലക്ഷത്തിലേറെ രൂപയുടെ ഒരു ബാധ്യത ഒരു സ്ത്രീയുടെ ഒരു എന്താണ് പറയുക, ഷീബ അമീറിൻ്റെ ആ മുഖത്തെ ആ പുഞ്ചിരിയിൽ നിന്ന് അത്രയും കാര്യങ്ങൾ നടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്.
ഇതിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല സോലസ് തുടങ്ങിയത്. വളരെ 10 കുട്ടികൾക്ക് 20 കുട്ടികൾക്ക് എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അത് ഇന്ന് ഇത്രയും വലിയൊരു സംഘടനയായി. അപ്പോൾ നമ്മളുടെ ഈ ടോപ്പിക്ക് പറയുന്ന പോലെ തന്നെ എന്താണ് മാനവികതയുടെ മൂല്യവിചാരം എന്നുള്ളതിലേക്ക് വന്നാൽ നമുക്ക് ഓരോ നിമിഷങ്ങൾ ജീവിതത്തിൽ എന്താണ് ഇപ്പോൾ മാനവികത എന്ന് പറഞ്ഞാൽ മനുഷ്യന് പലതരത്തിലുള്ള ആലോചനകൾ ഉണ്ടാവില്ലേ. ജയം, ശക്തി, പവർ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ആർത്തി, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ മൂല്യം, അതിൽ നിന്ന് ഒരു മൂല്യം കണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ നന്മ കണ്ടെടുക്കുക എന്നുള്ളതാണ്. നന്മയുള്ള ആ മൂല്യങ്ങളെ വളർത്തുക എന്നുള്ള. മനുഷ്യന് എല്ലാ തരത്തിലുള്ള ആലോചനകളും വിചാരങ്ങളും നമ്മുടെ ബോധത്തിലുണ്ടെങ്കിലും അതിലെ നന്മയെ നമ്മൾ അതിനെ കണ്ടെടുത്ത് നമ്മൾ അതിനെ വളർത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഓരോ മനുഷ്യരും ശ്രമിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കുറേ സങ്കടങ്ങളുടെ സ്ഥലത്ത് നിന്നും നമ്മുടെ വേദനയിൽ നിന്നും നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവരും ഇതേപോലെയുള്ള വേദന അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി ഈ വേദനയെ എങ്ങനെ ഒരു ക്രിയേറ്റീവ് ആക്കാം എന്ന് ആലോചിക്കാൻ പറ്റുക എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അത് നമ്മളേറ്റവും തകർന്നിരിക്കുന്ന ഒരു സമയത്ത് അത്ര എളുപ്പമല്ല. പക്ഷെ അതിനെ നമ്മൾ വളർത്തി കൊണ്ടുവരുമ്പോൾ നമുക്ക് എത്രയോ മനുഷ്യർ കൂടെ നിൽക്കുകയാണ്. പിന്നെ അപ്പോൾ സോലസിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഇത്രയും വയ്യാത്ത കുട്ടികളെ സഹായിക്കുന്നു, അത്രയും കുടുംബങ്ങൾക്ക് താങ്ങാവുന്നു എന്ന് മാത്രമല്ല എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, എത്രയോ മനുഷ്യരുടെ ഹൃദയത്തിലെ ഈ നന്മയെ തൊട്ടുണർത്താനും അങ്ങനെ അവർക്ക് നമ്മളുടെ കൂടെ നിൽക്കാനുമുള്ള ലോകത്തുനിന്ന് മുഴുവൻ നമ്മൾ കേരളത്തിൽ നിന്നല്ല, ലോകത്തു നിന്നുള്ള അത്രയും ആളുകൾ ആ ഒരു നന്മയ്ക്ക് കൂടി നിൽക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നന്മയെ വളർത്താൻ ഈ കരുണ എന്നുള്ളത്, അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് കരുണ നമ്മൾ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ പവിത്രമായ ഭാവമാണ് കരുണ എന്ന് പറയുന്നത്. അപ്പോൾ കരുണ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മളതിനെ നിസ്സാരമാക്കുന്നതിനേക്കാൾ നല്ലത് കരുണ എന്ന സ്നേഹത്തിൻ്റെ ഭാവം ഏറ്റവും അന്തസ്സുണ്ടാക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കാരുണ്യം എന്നുള്ളൊരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് അവനോട് കരുണ കാണിക്കണം, അല്ലെങ്കിൽ ഒരു കാരുണ്യവുമില്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കരുണ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വളരെ വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളിലേക്ക് കൊടുക്കുന്ന എന്തോ ഒരു ദയ പോലെ ഒന്നാണ് കരുണ എന്ന് നമ്മൾ സാധാരണ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ കരുണ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ സ്നേഹത്തിൻ്റെ ഏറ്റവും പവിത്രമായ ഭാവവും അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുകയും അത് മനുഷ്യരിലേക്ക് പല മനുഷ്യരിലേക്കും പകർത്താൻ പറ്റുകയും അങ്ങനെ അതിനെ ഒപ്പം നിൽക്കാൻ പറ്റുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ അല്ലെങ്കിൽ സോലസിൻ്റെ ഒരു വിജയം. നമ്മൾ ടാഗോറിൻ്റെ ഒരു കവിതയിൽ പറയുന്ന പോലെ അസ്തമിക്കുന്ന സൂര്യൻ പ്രപഞ്ചത്തിനോട് തിരിച്ചു നിന്ന് ചോദിക്കുന്ന, ഞാൻ അസ്തമിക്കാൻ പോവുകയാണ്, എനിക്ക് ആർക്കെങ്കിലും എൻ്റെ ദൗത്യം ഇവിടെ ഏറ്റെടുക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ഒരു മൺകുടിലിൻ്റെ ഒരു മൂലയ്ക്ക് ഇരുന്നൊരു ചെറിയ മൺചിരാതാണ് പറയുന്നത്, എന്നാലാവും വിധം ശ്രമിക്കാം പ്രഭു എന്ന്. ആ ഒരു ചെറിയ മൺചിരാതിൻ്റെ പ്രഭ 100 ആളുകൾ 1000 ആളുകൾ ഏറ്റെടുത്തതാണ് സോലസ് എന്നുള്ളത്. അപ്പോൾ ഈ മാനവികതയുടെ മൂല്യവിചാരം എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതിനെ എത്ര മനുഷ്യരിലേക്ക് ആ സ്നേഹത്തെ പകർത്താൻ പറ്റുന്നു എന്നുള്ളതും അതൊരു വലിയ കളക്ഷനായിട്ട് എത്തിക്കാൻ പറ്റുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സോലസ് എന്ന് പറയുന്ന ഒരു കമ്പാഷൻ്റെ, ലോകം മുഴുവനുള്ളൊരു കമ്പാഷൻ്റെ കളക്ഷനാണെന്ന് പറയും. ഇത്രയുമൊക്കെ പൈസ കിട്ടാതെ ഇത്രയൊക്കെ തരാനായിട്ട് നമ്മുടെ സമൂഹം വില്ലിങ് ആണോ? ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ആൾക്കാരുടെ കയ്യിൽ അതിനുമാത്രമൊക്കെ പണം മാത്രമല്ല ഞാൻ ചോദിക്കുന്നത്, അത്രമാത്രമൊക്കെ അവരുടെ സന്മനസ് എപ്പോഴും ഉണ്ടോ? അതിനെങ്ങനെയാണ് അനുഭവപ്പെടുന്നത് ശരിക്കും? ഈ പൈസ കിട്ടാതെ എപ്പോഴെങ്കിലും നമ്മൾ വെറും കൈയോടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? അല്ലേ, നമ്മൾ എല്ലാ മാസവും നമുക്ക് പൈസ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാ മാസവും നമ്മൾക്ക് പണം വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോൾ കുറച്ച് നാൾ മുമ്പേ എൻ്റെ അടുത്ത് ഒരു ഇൻട്രാക്ഷനിൽ ഒരാൾ ചോദിച്ചു, സോലസിന് എല്ലാ മാസവും, ഇപ്പോൾ സന്തോഷിൻ്റെ ചോദ്യം തന്നെ വേറെ തരത്തിൽ ഒരാൾ ചോദിച്ചു, ഈ സോലസിൻ്റെ എല്ലാ മാസത്തെയും യാത്ര സുഗമമാക്കാൻ നമുക്ക് സസ്റ്റെയിനബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചുകൂടെ? സസ്റ്റെയിനബിൾ ആവാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് ഒരു 50 ലക്ഷം രൂപ നമുക്ക് ഉണ്ടാക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് നമുക്കതിനെ കണ്ടുപിടിച്ചുകൂടെ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ സോലസിന് അങ്ങനത്തെ ഒരു സാധനം പറ്റില്ല. എന്താ വെച്ചാൽ ഇതൊരു NGO ആണ്, നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനാണ്. പക്ഷേ ഞാൻ പറയുന്നത് മനുഷ്യരിലെ നന്മയെ നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് മനുഷ്യ സ്നേഹത്തെ നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതും ആ മനുഷ്യ സ്നേഹത്തിലുള്ള വിശ്വാസവുമാണ് സോലസിനെ നിലനിർത്തുന്നത്. അപ്പോൾ നമ്മൾ സോലസ് സസ്റ്റൈനബിൾ ആവാൻ മനുഷ്യനിലെ ഈ നന്മയെ തൊട്ടുണർത്തുകയും സ്നേഹത്തെ, കരുണയെ തൊട്ടുണർത്തുകയും അതിനെ മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ
പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത വീഡിയോ ഒന്ന് നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു അനുഭവമാണ്. ആ അനുഭവത്തിൽ നിന്ന് എനിക്ക് 2 ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഈ നമ്മുടെ സമൂഹത്തിലെ ഈ ആൺ പുരുഷ സ്ത്രീ ഇതിനെക്കുറിച്ചാണ്. ഇപ്പോൾ ഒരു കുട്ടി രോഗബാധിതയായി കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വവും ഭാരവും പൂർണ്ണമായും അമ്മയുടെ ചുമലിലാണോ, അതോ അതിനപ്പുറത്തുള്ള അച്ഛന്മാർ സപ്പോർട്ട് ചെയ്യുന്നവർ കുറേയെങ്കിലും ഉണ്ടോ, വ്യത്യസ്തമായ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊരു സമൂഹത്തിൻ്റെ ഒരു നേർചിത്രമായിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ സോലസിൽ 5600 കുട്ടികളുണ്ടെങ്കിൽ അതിൽ 40% അച്ഛനും ഉപേക്ഷിച്ച കുട്ടികളാണ്. അത് വളരെ സങ്കടമാണ് പറയുമ്പോൾ. എന്നുവെച്ചാൽ ബാക്കിയുള്ള 60% അച്ഛൻ നമ്മുടെ ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നിൽക്കുന്ന അച്ഛന്മാർ അത്രയും അധികം അതിനോട് പ്രതിബദ്ധത പാലിച്ച് അത്രയും അധികം ഡിവോട്ടഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എന്നിരുന്നാലും 40% അച്ഛൻ ഉപേക്ഷിച്ച കുട്ടികളാണ് ഈ അമ്മമാർ ഒറ്റയ്ക്ക് ഈ വയ്യാത്ത കുട്ടിയെ വെച്ച് ഒരു പുറത്ത് ജോലിക്ക് പോകാനോ ഒന്നിനും പറ്റാതെ ഈ കുഞ്ഞിനെ, അത് എങ്ങനത്തെ കുഞ്ഞുങ്ങളെയാണെന്നും കൂടി ആലോചിക്കണം. ഒരിക്കലും കുറച്ച് അവരെ വളർത്തി വലുതാക്കിയാൽ അവർ പണമുണ്ടാക്കി നമ്മളെ നോക്കുന്നോ, നമുക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും വാങ്ങിത്തരുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്ര സുഖമില്ലാത്ത കുഞ്ഞുങ്ങളെ ഒരു നേരം പോലും നെഞ്ചത്ത് നിന്ന് മാറ്റി വയ്ക്കാതെയാണ് ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർ ആ കുട്ടികളെ വളർത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും അതിനേക്കാൾ ശക്തരായ, അത് സ്ത്രീകൾ ഭയങ്കര ശക്തരാണെന്നുള്ളതിൻ്റെ തെളിവാണ്. സ്ത്രീകളോളം ഈ ഒഴിഞ്ഞു പോകുന്ന അച്ഛന്മാരെന്ന് പറഞ്ഞാൽ അവർ ശക്തരല്ലാത്തത് കൊണ്ടാണ്. ദാറ്റ് മീൻസ് ഇത് നമുക്ക് ആണുങ്ങളെ പഴിചാരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കാര്യം നമ്മൾ പറയുന്നതിനോടൊപ്പം തന്നെ സ്ത്രീകളുടെ ശക്തിയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് മീൻസ് പുരുഷൻ വളരെ നിസ്സാരവും സ്ത്രീ വളരെ ശക്തിയുള്ളവളുമാണ്. ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ അലിവും സ്നേഹവും ആർദ്രതയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. ആ ശക്തിക്ക് മുന്നിൽ വേറെ ഒരു ശക്തിക്കും വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഏറ്റവും ഞാൻ ലോകത്ത് കാണുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സുഖമില്ലാത്ത കുട്ടികളെയും നെഞ്ചത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സ്ത്രീകളാണ്. പുരുഷൻ അത്ര ശക്തരല്ലാത്തത് കൊണ്ടാണ് അവർ രക്ഷപ്പെട്ടു പോകുന്നത്. ഈ നമ്മുടെ സെന്ററിനെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ഈ അത്തരം സ്ത്രീകളെ നമുക്ക് എപ്പോഴും എത്താവുന്ന ഒരു... അതെ ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട് ആ ചിത്രത്തിൽ ആ കുട്ടീൻ്റെ അമ്മ തലേ ദിവസം എൻ്റെ അടുത്ത് കുറേ സങ്കടം പറഞ്ഞ്, അന്ന് നമുക്ക് ഈ സെൻറ്റർ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ സ്ത്രീയെ നമ്മൾ അന്ന് അവിടേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷേ അന്ന് പോയിട്ട് ആ കുട്ടി അന്ന് മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തിച്ചു. അതും അവൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല, മണ്ണെണ്ണ ഒഴിച്ചു, എന്നിട്ട് തീ കത്തിക്കാതെ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഇയാൾ വീണ്ടും ചോദിച്ചു തീ കത്തിക്കുന്നില്ലേ എന്ന്. അത്രയും അവളെ പ്രൊവോക്ക് ചെയ്തപ്പോൾ ആ കുട്ടിയെ തീ കത്തിച്ചു. എന്ന് വെച്ചാൽ ആൾക്ക് മരിക്കുമ്പോൾ അറിയാലോ ഈ കുഞ്ഞിനെ ആരും ഉണ്ടാവില്ല എന്ന്. അങ്ങനെയാണ് അത്ര ഹെൽപ്ലെസ് സിറ്റുവേഷനിലാണ് ആ സ്ത്രീ തീ കത്തിക്കുന്നത്. പിന്നെ 3-ാമത്തെ ദിവസം മരിക്കുകയാണ്. അപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം വേണമെന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ റെസ്പൈറ്റ് സെൻറ്റർ ഉണ്ടാക്കി. നമുക്കന്ന് സാധ്യത ഉണ്ടാവുമോ എന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ നമ്മളത് ഉണ്ടാക്കി. അങ്ങനെ പിന്നെ മാത്രം ഇങ്ങനെ ഒരു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമ്മുടെ ഇവിടെ വന്ന് താമസിക്കാനുള്ള സ്ഥലം എന്ന് മാത്രമല്ല, റെസ്പൈറ്റ് സെൻറ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ അമ്മമാർ എത്രയോ വർഷങ്ങളായിട്ട് 7 വർഷം 8 വർഷം 10 വർഷം 15 വർഷമൊക്കെ ആയിട്ട് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തേക്കൊരു വിവാഹത്തിന് പോലും ഒരു ആഘോഷത്തിനും പോവാൻ പറ്റാതെ ജീവിക്കുന്ന അമ്മമാരാണ്. ഇപ്പം നമ്മൾ ടൂർ പോകുന്നു, അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഒരു ആഘോഷങ്ങളും ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു 10 ദിവസം വന്ന് താമസിക്കാനുള്ളൊരു സ്ഥലം എന്നാണ്
ഒരു വേറൊരു കാര്യം. പിന്നെ ഇങ്ങനെ അങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സിറ്റുവേഷനിലുള്ള ഒരു അമ്മയ്ക്ക്, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു അമ്മയ്ക്ക് രക്ഷയ്ക്ക് വന്ന് നിൽക്കേണ്ട ഒരു സ്ഥലം. പിന്നെ കീമോതെറാപ്പിയൊക്കെ കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് വന്ന് നിൽക്കാനുള്ള ഒരു ഹൈജീനിക് അറ്റ്മോസ്ഫിയർ എന്നാണ് സോലസിന് അത് ഈ ഷീബാമീറിൻ്റെ ഒരു വീഡിയോയിൽ ഷീബാമീർ പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് സമൂഹത്തിന് മുമ്പിൽ ഒരു വലിയ ചർച്ചയ്ക്ക് വയ്ക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണ്. ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന ചിന്ത, അങ്ങനെ ഒരു തോന്നലുണ്ട് എന്നാണ് ഷീബാമീർ അതിനകത്ത് പറയുന്നത്. അത് എങ്ങനെയാണ്? അതൊന്ന് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് അതിന് വ്യക്തമാക്കാം. അത് ഒരു സ്വന്തം കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആവുന്നു, ഏറ്റവും വലിയ രോഗം വരുന്നു, അവൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല, 3 മാസമേ ജീവിക്കുള്ളൂ എന്ന് പറയുന്നു. ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ തന്നെ അത്രയും പ്രശ്നമാണെന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഞാൻ സോലസ് എന്ന് പറയുന്ന ആലോചനയെ ആദ്യം കൺസീവ് ചെയ്യുന്നത്. അതിൽ നിന്നാണ് ആ ആശയത്തിന് പിന്നെ ഒരു രൂപം കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചെയ്തത് എങ്ങനെ നിങ്ങൾക്കിത് പറ്റി, എങ്ങനെ നിങ്ങൾക്കിത്, അപ്പോൾ എനിക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് ചെയ്യേണ്ടതില്ല, ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് പറയുന്ന കുടുംബം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ അതിനൊക്കെ മറികടന്നത് ഇപ്പോൾ സന്തോഷ് പറഞ്ഞ ഈ ആലോചനയിലാണ്. അതായത് അത്രയധികം കാഴ്ചകൾ ഞാൻ കണ്ടു. അതായത് അത്രയധികം കുട്ടികളുടെ അച്ഛനമ്മമാർ ആ സ്വന്തം കുട്ടിക്ക് അസുഖമായിട്ട് ആ കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ പോലും പറ്റാതെ കുളിമുറിയിലൊക്കെ പോയിട്ട് തല്ലി കരയുന്ന അച്ഛനമ്മമാരെ കണ്ടു. പിന്നെ ഒരു ഭക്ഷണം നാളെ ജീവിക്കുമെന്ന് ഉറപ്പില്ലാത്ത ഒരു കുട്ടിക്ക് ഒരു ഭക്ഷണം കൊടുക്കാനില്ല എന്നല്ല, മരുന്ന് കൊടുക്കാനില്ല, അങ്ങനെ കുറേ പണമില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാവുന്നു. അങ്ങനെയുള്ള അച്ഛനമ്മമാരെ കാണുമ്പോൾ അത് ഞാൻ കണ്ടിട്ട് ഞാൻ അതിനോട് മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവളാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മളൊരു കാഴ്ച കണ്ടു, അപ്പം നീലുവിന് അസുഖമായതുകൊണ്ടല്ല, സത്യത്തിൽ നീലുവിന് അസുഖമായപ്പോൾ ഞാൻ ഈ കാഴ്ചകൾ കാണാൻ ഇടയായി. ആ കാഴ്ചകളോടൊരു മുഖം തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഞാൻ ശരിയല്ല. അത് അങ്ങനെ മുഖം തിരിക്കുന്ന ഒരാൾ ശിക്ഷിക്കപ്പെടേണ്ടവളാണെന്നാണ്. അപ്പോൾ എനിക്ക് പുണ്യമുണ്ടാവും, സ്വർഗം കിട്ടും, അത് കിട്ടും എന്നൊക്കെ പറയുന്നവരോട് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ശിക്ഷിക്കപ്പെടേണ്ടവളാണെന്നാണ് എൻ്റെ മറുപടി. ഈ അതുപോലെ ഒരു ആകുലത ഒരു ഇതിൽ പ്രസംഗത്തിൽ പ്രകടിപ്പിച്ച് ഞാൻ ഓർക്കുന്നു. രോഗികളോട് ഡോക്യുമെൻറ്റ്സ് സംസാരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം എന്ന് പറഞ്ഞത്. അതായത് പലയിടത്തും ഡോക്യുമെൻറ്റ്സ് ആണ് സംസാരിക്കുക. ഇപ്പം തന്നെ പല ഹോസ്പിറ്റലുകളുടെയും, നമ്മൾ ഇതിനകത്തൊരു ചാരിറ്റിയുടെ ഒരു ഇതിലേക്ക് വരുമ്പോൾ പല ഹോസ്പിറ്റലുകളുടെയും മുറ്റത്ത് ഇപ്പം നമ്മൾ TV വാങ്ങാനായിട്ട് നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടുന്ന പോലുള്ള, ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് പൈസ കൊടുക്കുന്ന കിയോസ്കുകൾ ആയിട്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുടെ കിയോസ്കുകൾ ആശുപത്രികൾ തുറന്നു കൊടുക്കുന്ന ഒരു കാലമാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു ഡോക്യുമെന്റ്സ് സംസാരിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഒരു രോഗിക്ക് മുന്നിൽ ആ ഒരു മനുഷ്യത്വമില്ലാതെയാകുന്ന ചില സാഹചര്യങ്ങളുണ്ടോ? അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ പോയി നോക്കൂ, അവിടെ സോഷ്യൽ വർക്കറാണ് ഈ കുട്ടിക്ക് എങ്ങനെ ചികിത്സ ഫ്രീ കൊടുക്കണമെന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നുണ്ടാവുക. എനിവേ എല്ലായിടത്തും സംസാരിക്കുന്നത് അവരുടെ സിറ്റുവേഷനെ കുറിച്ച് സംസാരിക്കുന്നത്, അവരുടെ വരുമാന സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ അവരുടെ എങ്ങനെയുണ്ട്, അവരുടെ സ്വത്ത് എന്താണ്, അങ്ങനെയൊക്കെ അവർക്ക് ജോലിയുണ്ടോ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ വെച്ചിട്ടാണ് അവർക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതല്ലോ. പക്ഷേ സോലസ് ഒരിക്കലും അങ്ങനത്തെ ഒരു സ്ഥലമല്ല. മനുഷ്യൻ്റെ മനസ്സിനോട് സംസാരിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ തന്നെ ആവണമെന്ന് നമ്മൾ നിർബന്ധമുണ്ട്. സോലസ് എത്ര കാലം നിലനിൽക്കുന്നു അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. കാരണം അതിനാണ് നമ്മളുടെ അത്രയധികം പ്രതിബദ്ധത പുലർത്തുന്ന നമ്മുടെ വളണ്ടിയർമാരുള്ളത്. അവരവരുടെ വീടുകളിൽ പോയി അന്വേഷിക്കുന്ന പറഞ്ഞാൽ അവർക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ അടുത്ത് അവർ വരുന്നത് മരുന്നിന് പണമില്ല എന്ന് പറഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അവർക്ക് മരുന്ന് കഴിച്ചിട്ടൊരു ഭക്ഷണം കൊടുക്കാനെങ്കിൽ ആ ഭക്ഷണം പോലും ഇല്ല എന്ന് മനസ്സിലാവും. ഈ കീമോതെറാപ്പി കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഒരു കുട്ടിയെ ചോർന്നൊലിക്കുന്ന ഒരു കൂരയ്ക്ക് കീഴിലാണ് കെടുത്തുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള അവർക്ക് മരുന്നിൻ്റെ പണം കൊടുത്തുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് വളണ്ടിയേഴ്സിന് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാനാണ് നമ്മൾ അവിടെ പോയി അസസ്മെൻറ്റ് നടത്തുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ആ കടലാസ് കൊണ്ടുവരൂ, ഈ കടലാസ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ ഒന്നും നമ്മൾ ഷടിക്കുന്നൊരു കാര്യം, നമ്മളൊരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കാതെ, ആദ്യം ഫയൽ മുന്നിൽ വെച്ച് സംസാരിക്കാതെ, ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന സ്പേസിൽ സംസാരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അത് എന്നാൽ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ഈ സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഈ സഹായ ഏജൻസികളുടെ ഒക്കെ സമീപനത്തിൽ ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം നോക്കുമ്പോൾ എന്ത് മാറ്റം വരണമെന്നാണ് ഷീബാമീർ പ്രതീക്ഷിക്കുന്നത്? അതിൽ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ കുറേ മനുഷ്യരുടെ ഒരു കൂട്ടമാണല്ലോ. എല്ലാ മനുഷ്യരിലും സ്നേഹവും ദയയും കരുണയും ഒക്കെ ഉണ്ടാവും, തീർച്ചയാണ്, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ ഇതൊരു സിസ്റ്റമായിട്ട് വരുമ്പോൾ
ഇതിൻ്റെ ഒരു സിസ്റ്റമായിട്ട് ഒരു ബ്യൂറോക്രസിയും ഒക്കെ കടന്നു വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ്. നമ്മൾ പണ്ട് ചില രാജാക്കന്മാരെയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ സിബി എന്നൊരു രാജാവിനെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടി ഗരുഡന് ഭക്ഷണം തൻ്റെ ശരീരത്തിൽ മുറിച്ചു കൊടുത്ത ഇതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കിളികൾക്ക് വേണ്ടി പോലും വെള്ളം വെച്ച് കൊടുത്ത രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം രാജ്യഭരണം വരണം എന്നല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. പക്ഷേ ഒരു സിസ്റ്റമായിട്ട് വരുമ്പോൾ, ഒരു ഓർഗനൈസേഷനായിട്ട് വരുമ്പോൾ അതിൽ നിന്നും ആദ്യം ചോർന്നു പോകുന്നത് മനുഷ്യത്വമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ചും ഇതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവരെന്നല്ല, അത് കൂടെ കുറേ ലെവലുകൾ മാറി മാറി ഇവരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടും അതിൻ്റെ മനുഷ്യത്വവും സ്നേഹവും മൂല്യങ്ങളൊക്കെ ചോർന്നു പോകും. ഇപ്പം നമ്മൾ പറയുന്ന മാനവികതയുടെ മൂല്യങ്ങളാണ് ആദ്യം ചോർന്നു പോവുക. ഒരു ഫ്രെയിംവർക്ക് മാത്രമായി ഈ ജനാധിപത്യ വ്യവസ്ഥ മാറും. മനുഷ്യർ വളരെ താഴെ അത് റീച്ചല്ലാത്തൊരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നതാണ്. അതിനെ മറികടക്കുന്ന സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആരായേണ്ടത്. പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ അതിനൊരു ഒരു ഉപാധിയാണ്. അത് പറയുമ്പോൾ ഇപ്പോൾ ഇതൊരു ഹെൽത്ത് മേഖലയിൽ മാത്രമാണോ വേണ്ടതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഒരു മനുഷ്യൻ, ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത്, ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് അവരുടെ രോഗാവസ്ഥയിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. എഡ്യൂക്കേഷനൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഒരു ആരോഗ്യ രംഗവും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് സന്തോഷിനോട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പോൾ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനങ്ങൾ പോലും കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്നതിൽ അത്രയ്ക്കും അവർക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് പാലിയേറ്റീവ് കെയർ പെഡിയാട്രിക് പാലിയേറ്റീവ് കെയറിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. ദിസ് ഈസ് ദ ടൈം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആലോചിക്കുന്നത്. ആ സമയത്ത് അവർ റോൾ മോഡലാക്കുന്നത് കൃത്യമായിട്ട് സോലസിൻ്റെ ഒബ്ജക്റ്റീവാണ്. അപ്പോൾ അതിലേക്ക് കൺക്ലൂഷനിലേക്ക് ഞാൻ വരുമ്പോൾ, ആ സോലസിൻ്റെ ഒബ്ജക്റ്റീവിൽ എങ്ങനെയാണ് ഈ കുട്ടികൾ ടേക്ക് കെയർ ചെയ്യപ്പെടുന്നത്, അത് സോലസ് പ്രൂവണാണ്. 17 വർഷമായിട്ട് സോലസ് ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു അത് ഏറ്റവും സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് കുട്ടികളുടെ മരുന്ന് മാത്രമല്ല, അവരുടെ ഭക്ഷണം, അവരുടെ എല്ലാം ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് സോലസ് പ്രൂവ് ചെയ്തു. ഉറപ്പായിട്ടും പെഡിയാട്രിക് പാലിയേറ്റീവ് കെയറിന് റോൾ മോഡലായിട്ട് സോലസിനെയാണ് അവർ ചേർത്ത് വെക്കുന്നത്. നമുക്കൊരു കയ്യടിയോടുകൂടി അതൊന്ന് അംഗീകരിക്കേണ്ട കാര്യമാണ്. കാരണം സർക്കാരിന് കൂടി ഒരു ലൈറ്റ് ഹൗസ് ആയി മാറി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ പോളിസി മേക്കിങ്ങിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇപ്പോൾ എഴുതിയുണ്ടാക്കിയ രൂപരേഖ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും സോലസിൻ്റെ അതുപോലെ പോകണം എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് നിലനിർത്താൻ പറ്റണം. അതിനെയും കൂടി ചേർത്തുകൊണ്ട് നിലനിർത്താൻ പറ്റുന്നത് പോലെ ആവണം. പക്ഷെ അത് നമ്മളൊരു സ്വപ്നം മാത്രമാവുമോ, സർക്കാരിനൊക്കെ അത് സാധ്യമാവുമോ എന്നുള്ളത് അനന്തർത്തി. മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഗിവർ ഈസ് മോർ ഹാപ്പിയർ ദാൻ ദ റിസീവർ. അത് സായിപ്പ് എഴുതി വെച്ചിരിക്കുന്നതാണ്. അത് എന്താണ് ഷീബാമ്മൻ്റെ ഇത്ര നാളത്തെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കാണുന്നില്ലേ, ഏറ്റവും സന്തോഷത്തിലുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നെ പ്ലേസ് ചെയ്യുന്നത് ഞാനൊരു ഗിവർ എന്നാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനതിനെ എപ്പോഴും പറയാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ സൂര്യനെ നോക്കൂ. സൂര്യനെ നോക്കിയാൽ ഏറ്റവും പ്രകാശത്തിൽ നിൽക്കുന്നത്, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും തേജോമയനായി നിൽക്കുന്നത് സൂര്യനാണ് ജീവനും പ്രകാശവും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ കൊടുക്കും തോറും നമ്മൾ എൻലൈറ്റൻഡ് ആവുകയാണ്. നമ്മൾ നമ്മളുടെ സ്നേഹം തന്നെ കൊടുക്കുമ്പോഴും, ഒരു പുഞ്ചിരി പോലും കൊടുക്കുമ്പോഴും ഒക്കെ തന്നെ നമ്മളാണ് ഏറ്റവും സന്തോഷത്തിലാവുന്നത്, നമ്മളാണ് എൻലൈറ്റൻഡ് ആവുന്നത്, നമ്മളാണ് തെളിച്ചത്തിൽ വരുന്നത്, നമ്മളാണ് പ്രകാശിതമാവുന്നത്. അപ്പോൾ ആ പ്രകാശം ഷീബാമ്മയുടെ മുഖത്തുണ്ട്. അത് കാലാകാലങ്ങളോളം നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് ഫോർച്ചുനേറ്റ്ലി ഞാനൊരു നല്ല വാപ്പയുടെ മകളാണ്. അതായത് PK റഹീം എന്ന് പറഞ്ഞ കേരളത്തിലെ ലിറ്റിൽ മാഗസിനുകളുടെയൊക്കെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ജ്വാല പബ്ലിക്കേഷൻസ് ഒക്കെ നടത്തിയിരുന്ന ഒരാളുടെ മകളാണ്. നമുക്ക് മനുഷ്യൻ എന്നുള്ളതിൻ്റെ ഒരു നല്ല കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് ചെറുപ്പത്തിലേ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാപ്പ എപ്പോഴും പറയുന്ന കുറേ കാര്യങ്ങളാണ്. അവനാവുക എന്നുള്ളതാണ് വേണ്ടത്, പിന്നെ നേടുന്നതിനേക്കാൾ ഏറെ കൊടുക്കുകയാണ് വേണ്ടത്, പിന്നെ ആർദ്രതയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി എന്നൊക്കെ വാപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ പിന്നെ ഞാൻ ചെറുപ്പത്തിൽ തന്നെ ഞാൻ ഭയങ്കര പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ കോളേജിലൊക്കെ തന്നെയാണെങ്കിലും അങ്ങനെ ഒരു മൂടാട്ടിക്കിളിന്നോ അല്ലെങ്കിൽ പൂത്തിരി എന്നൊക്കെ വിളിക്കുന്ന മാതിരത്തെ ഒരു ക്യാരക്ടറായിരുന്നു. ഒട്ടും ഒരു സീരിയസ് പേഴ്സൺ അല്ലാത്തൊരാളായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ലൈഫിൽ ആ സമയത്ത് പേരെന്താണ്?
രാജീവ് ഉണ്ടായിരുന്നു എന്നറിയില്ല. എനിക്ക് എൻ്റെ മകൾക്ക് അസുഖം വന്നിട്ട് ഞാൻ കുറേ മനുഷ്യരുടെ സങ്കടങ്ങൾ കണ്ടു. ആ സമയത്താണ് അതായത് മോൾക്ക് ക്യാൻസർ വന്നിട്ട് കുറേ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരുടെ അത്രയധികം സങ്കടങ്ങൾ കണ്ടു. അതിന് എന്ത് ചെയ്യാൻ പറ്റും, അതിനോട് മുഖം തിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് ഞാൻ അത്ര പ്രശ്നത്തിലുള്ള സമയത്ത് ഞാൻ സോലസ് എന്ന് പറഞ്ഞൊരു ആശയം ഞാൻ ഉണ്ടാക്കിയത്. അത് ഉണ്ടാക്കാനുള്ള ഒരു യോഗ്യതയുമുള്ള ആളാണെന്ന് എനിക്ക് തന്നെ ഞാൻ കരുതിയിട്ടില്ല. കാരണം എനിക്കൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഞാൻ ഒരു ജോലി ചെയ്തിട്ടില്ല. ഒരു സാധാരണ ഹൗസ് വൈഫ് എന്നുള്ളതിൽ നിന്നും നമ്മൾ അങ്ങനെ ആലോചിച്ച് അതിന് ആ ഒരു ആശയത്തെ രൂപം കൊടുത്ത് ഞാൻ എഴുതിയുണ്ടാക്കിയ വിഷനും മിഷനുമാണ് ഇന്ന് കേരള ഗവൺമെൻറ് പീഡിയാട്രിക് പാലിയേറ്റീവ് കെയറിൻ്റെ പോളിസിയിലേക്ക് എടുക്കാൻ പോകുന്നത് എന്നും കൂടിയുണ്ട്. അത് പിന്നെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് നമ്മളെ കൊണ്ട് കുറേ 10-30,000 മനുഷ്യർ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങുന്നുണ്ട് എന്ന് പറയണല്ലോ. ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട് EM ദിവാകരനും ഞങ്ങളുടെ വൈസ് പ്രസിഡൻറ്റും ട്രഷററും. അപ്പം അവരൊക്കെ തന്നെ ചേർന്ന് നിന്നതുകൊണ്ടാണ് സോലസ് സാധ്യമായത്. പക്ഷേ അതിൻ്റെ ലീഡിങ് റോളിൽ, അതായത് ഫുൾ ടൈം ഒരു 99% അതിൻ്റെ കണക്കൊഴിച്ച് ബാക്കിയെല്ലാം ലീഡ് ചെയ്തുകൊണ്ട് ഞാൻ തളരാതെ നിൽക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ ഒരു ശക്തി കൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഞങ്ങൾ സോലസിന് തണൽ എന്നൊരു വാക്ക് പോലും ഉപയോഗിക്കരുതെന്ന് ഷടിക്കുന്ന ആൾക്കാരാണ്. നമ്മളെ വലുതായി പ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ താഴെ കുറേ തണൽ മരം എന്ന് അങ്ങനെ ആഗ്രഹിക്കാത്ത ആളാണ്. കൊടുക്കുക എന്നും നമ്മൾ ആഗ്രഹിക്കാത്ത ആളാണ്. നമ്മളെപ്പോഴും സോലസിനെ ഡിഫൈൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് എവിടെയൊക്കെ വരണ്ട ഭൂമികളുണ്ടോ അവിടേക്ക് നനവായി ഒഴുകി പടരുക എന്നുള്ളതാണ്. ഒരു സിമ്പിളൈസ് ചെയ്യുകയാണെങ്കിൽ വേണമെന്ന് നമ്മൾ വിചാരിക്കുന്നത്. മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ കാലിക പ്രസക്തിയുള്ള ഒരു ചോദ്യവും കൂടെ ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളുടെ കാലമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ചാരിറ്റിക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അതിന് ചേഞ്ച് ഉണ്ടോ? ഇപ്പം നമ്മൾ കോമൺ ആയിട്ട് അതിനകത്ത് ട്രോൾ ചെയ്യപ്പെട്ട് പറയുകയാണെങ്കിൽ നന്മമരങ്ങളുടെ കാലമാണ്. അപ്പോൾ എന്താണ് ഈ സോഷ്യൽ മീഡിയ സജീവമായി നിൽക്കുന്ന ഈ കാലത്ത്, ഇത് തുടങ്ങിയ കാലത്ത് നിന്ന് ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് ഷീബാമന് ഫീൽ ചെയ്യുന്നത്? എനിക്ക് സോഷ്യൽ മീഡിയ, സത്യം പറഞ്ഞാൽ അത്ര സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് ഞാൻ സോലസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗുണമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അത്ര അറിയില്ല. നമ്മളങ്ങനെ പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പത്രമാധ്യമങ്ങളിലേക്കൊന്നും നമ്മൾ അത്ര പോയിട്ടില്ല. നമ്മളെ സോലസിനെ അത്രയൊന്നും ആളുകൾ അതിനെ അങ്ങനെ ചെയ്തിട്ടുമില്ല. വനിത ഉറപ്പായിട്ടും മലയാള മനോരമയെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം 600, 700, 800 കുട്ടികളുള്ള സമയത്താണ് വനിതാ വുമൺ ഓഫ് ദി ഇയർ അവാർഡ് കിട്ടിയത്. അതുകൊണ്ട് തന്നെയാണ് കുറേ ആളുകളിലേക്ക് അത് എത്തിയത്. പിന്നെ നന്മ മരങ്ങൾ, അതൊക്കെ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടക്കേടുമുണ്ട്. എന്താ വെച്ചാൽ അത് നമ്മളെയൊക്കെ ബാധിക്കുന്നുണ്ട്. സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആളുകളെയൊക്കെ തന്നെ സംശയത്തോടു കൂടി നോക്കാനുള്ള ഒരു കാരണമാവുകയാണല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ കോൺട്രവേഴ്സി കേൾക്കുമ്പോഴും നമുക്ക് ഭയങ്കര പെയിനാണ്. ആളുകൾ വിചാരിക്കാൻ നമുക്ക് സന്തോഷമാവുമെന്ന് വിചാരിച്ചാൽ നമുക്ക് നേരെ തിരിച്ചാണ്. എല്ലാവർക്കും പിന്നെയും നമ്മളെയും സംശയത്തോടു കൂടി നോക്കുക എന്നുള്ളതല്ലേ. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് സത്യം നിലനിൽക്കും തന്നെയാണ്. മറ്റത് അതിൻ്റെ ഇടയിൽ അങ്ങനെ കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ കൊഴിഞ്ഞു പോവുമോ? നമ്മൾ വളരെ ട്രാൻസ്പാരൻ്റ് ആയതുകൊണ്ടും സത്യമായതുകൊണ്ടും നമുക്ക് അതിനെക്കുറിച്ചൊരു കൂസലില്ല. പിന്നെ സോഷ്യൽ മീഡിയ വഴി ഇപ്പോഴൊക്കെ നമുക്ക് കുറേ ഫേസ്ബുക്കൊക്കെ വഴി നമുക്ക് കുറേ ആളുകൾ അറിയുന്നുണ്ട്, നമ്മളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ഗുണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവസാനത്തെ ഒരൊറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഈ സമയം കൺക്ലൂഡ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണ്. ഇപ്പോൾ ഷീബാമേർ കഴിഞ്ഞ ദിവസം US-ലായിരുന്നു. US-ൽ നിന്ന് ഇന്നലെ ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞ് നേരെ ഹോർത്തൂസിലേക്ക് വരികയാണ്. ഞങ്ങൾ ഈ സെഷനെ കുറിച്ച് സംസാരിക്കുന്നത് പോലും ഇന്ന് രാവിലെയാണ്. അപ്പോൾ ഈ വിദേശത്തെ ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സംവിധാനമുണ്ടോ? ഇപ്പോൾ US-ലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവിടെ നിന്നുള്ള നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി അവരെന്തൊക്കെയാണ് അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്? എന്താണ് ഇതിനകത്തൊരു വിദേശ മാതൃകയുള്ളത് നമ്മുടെ സമൂഹത്തിന് മാതൃകയാക്കാവുന്നതിൽ? എനിക്ക് എപ്പോഴും ഞാൻ അത്ഭുതപ്പെടും. ഞാൻ അവിടെ പോയിട്ട് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെടുക്കുന്ന അതിൻ്റെ ഒരു ഹാർഡ് വർക്ക്, അത്ര കഠിനാധ്വാനം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ട് സോലസിനെ പറ്റി 10 മിനിറ്റ് അമേരിക്കയിൽ സംസാരിച്ചതിൽ നിന്നാണ് അവിടെ സോലസ് എന്ന് പറയുന്ന സംഘടന രൂപപ്പെടുന്നത്. അതായത് അവർ കുറച്ചുകൂടി റിച്ചാണ്, ഒരു പക്ഷേ അധികം ശമ്പളം കിട്ടുന്നുണ്ടാവുമായിരിക്കും. ഇപ്പം നാടിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറേ കൂടി ഇപ്പം കേരളത്തിലുള്ളവരെന്ന് മാത്രമല്ല കേട്ടോ, ഇന്ത്യയിലുള്ളവരെന്ന് മാത്രമല്ല,
മാത്രമല്ല സോലസിനെ അല്ലാത്ത ആളുകളും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അവർ ഉറപ്പായിട്ടും മനുഷ്യ നന്മയിലേക്ക് കൊടുക്കണമെന്ന് വിചാരിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് കുറേ കൂടി ആർത്തി കൂട്ടി സാധനങ്ങൾ വാങ്ങണം എന്നുള്ളതിലെ വിട്ട് ഒപ്പം തന്നെ നമുക്ക് കൊടുക്കണം എന്നുള്ള ഗിവിങ് എന്നുള്ള, അത് അവരുടെ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ ഉള്ള അത് അവരുടെ ഒരു കാലം തന്നെ അങ്ങനെയുണ്ട്. ഒരു മാസങ്ങൾ തന്നെ താങ്ക്സ് ഗിവിങ് എന്നൊക്കെ പറഞ്ഞാൽ ഗിവിങ് അത് ചെറിയ കുട്ടികളെ തന്നെ ആ കൾച്ചർ അവർ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് അത്രയധികം ജോലി തിരക്കുള്ള ആളുകളാണ് സോലസിന് വേണ്ടി. പിന്നെ ഇവിടെ അമേരിക്കയിലുള്ള ഇപ്പോൾ യു കെയിലും സോലസ് ഉണ്ടായി വരുന്നുണ്ട്. അമേരിക്കയിലുള്ള 7-8 സ്റ്റേറ്റിൽ സോലസ് ഉണ്ട്. അവർക്കൊക്കെ അവർ നാടുമായി കണക്റ്റഡാണ്, അവരുടെ വേരുകൾ നാടിനോട് കണക്റ്റഡാണ്. അപ്പോൾ അവരവിടെ അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുമ്പോൾ അവരെ നാട്ടിലേക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് അവരുടെ ആഗ്രഹത്തിനെയാണ് അവർ സോലസിലേക്ക് വളർത്തുന്നത്. പിന്നെ അപ്പോൾ അവരുടെ ഇപ്പോൾ കോട്ടയത്തുള്ളവരാണെങ്കിലും കൊല്ലത്തുള്ളവരാണെങ്കിലും തിരുവനന്തപുരത്തുള്ളവരാണെങ്കിലും അവരുടെ നാട്ടിലുള്ള വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് എന്നുള്ളൊരു സന്തോഷത്തിലാണ് അവർ ആ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അത്രയധികം അവരെ തിരക്കിൻ്റെ ഇടയിൽ അവരത് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്ര ലീഷർ ടൈമൊന്നും അവരുടെ ജോലി സ്ഥലത്തില്ല. എന്നിട്ടും പിന്നെ ഒപ്പം തന്നെ നമ്മളുടെ സോലസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വളരെ കുറവാണ്. ഇപ്പോൾ അവിടെ റെഡ് ക്രോസ് പോലുള്ള പല ഓർഗനൈസേഷനും ഉണ്ട്. പക്ഷേ അതിലൊക്കെ അവരുടെ CEO ഇപ്പോൾ എന്നെ പോലെയുള്ള അതിൻ്റെ നടത്തിപ്പിക്കുന്ന ആൾക്കാരൊക്കെ എടുക്കുന്നത് മില്യൺ കണക്കിനാണ് ശമ്പളം. നമ്മളിവിടെ ഞാനും ദിവാരനും അനിയനൊക്കെ ₹1 പോലും ഇങ്ങോട്ട് എടുക്കാതെ നമ്മുടെ ജീവിതമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ തിരിച്ച് ട്രെയിനിൽ പോകുമ്പോൾ നമ്മളൊരു ഭക്ഷണം പോലും നമ്മൾ സോലസിൽ നിന്ന് എടുത്തിട്ടല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യണമെന്ന് അവർക്കുണ്ട്. അവർ കൊടുക്കുന്ന പണം കൃത്യമായിട്ട് വയ്യാത്ത കുട്ടികളിലേക്ക് എത്തുമെന്നും അത്രയും ട്രാൻസ്പാരൻ്റ് ആണ് അവർക്ക്, അതിലൂടെ വിശ്വാസവുമുണ്ട്. നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒറ്റ കാര്യം കൂടെ മാത്രം ഞാൻ ചോദിക്കുകയാണ്. ഷീബ അമീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സോലേസ് എന്ന് പറയുന്ന സ്ഥാപനത്തോടു കൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു നന്മയുടെ ഒരു കൾച്ചറുണ്ട്. ഇതിന് ശേഷം ഇത് എങ്ങനെ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ? ഇപ്പം ഞാനിപ്പം ചോദിക്കാൻ കാര്യം, നമ്മൾ കുട്ടികളുടെ ഒരു സോളസ് യൂത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? നമ്മൾ പലതരത്തിലുണ്ട് സന്തോഷം. അതിന് നമ്മൾ സോലസിന് ആവശ്യമില്ലാത്തൊരു ലോകം വരണമല്ലോ. അതായത് ഇങ്ങനെ വയ്യാത്ത കുട്ടികൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോവാത്ത, ആ കുട്ടികളും അമ്മമാരും ഒറ്റപ്പെട്ടു പോവാത്തൊരു ലോകം വരണം. അതിന് ഒന്ന് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്നും ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള മരുന്നും കാര്യങ്ങളും ഒക്കെ പ്രാപ്യമാക്കണം. അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അതത് ചുറ്റുവട്ടത്തുള്ള മനുഷ്യരിൽ നിന്ന് തന്നെ ആ ഒരു സ്നേഹമുണ്ടായി വരണം, ഈ ഒരു കൾച്ചർ ഉണ്ടായി വരണം. അതായത് മറ്റുള്ളവരുടെ ഒരു സങ്കടം കണ്ട് ഷീബ എന്നെ അന്ന് ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യേണ്ടവളാണെന്ന് പറയുന്ന പോലെ അത് മുഖം തിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നുന്നൊരു കൾച്ചർ ഉണ്ടാവണം. ഇപ്പോൾ നമ്മളൊരാൾ ഒരു 2 സെക്കൻഡ് ലെങ്തി ആയിരിക്കും ഉത്തരം. അതായത് നമ്മളൊരാൾ വീണ് കിടക്കുന്നത് കണ്ടാൽ നമ്മളെല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. അതിൽ ഒരു ചോര വന്ന് കിടക്കുന്നത് കണ്ടാൽ നമ്മൾ അയാളെ പിടിച്ചെഴുന്നേൽപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര ആളുകൾ അത് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നുണ്ട്? ആ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിലേക്ക് വരണം മനുഷ്യൻ. അതായത് സങ്കല്പത്തിലെ നന്മയല്ലാതെ പ്രവർത്തനത്തിലേക്ക് ആ നന്മ വരണം എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു കൾച്ചർ വളർത്താനാണ് നമ്മൾ ചെറുതായിട്ടെങ്കിലും സോലസ് യൂത്തിനെ കൊണ്ട് നടക്കുന്നത്. അങ്ങനെ 1000 കുട്ടികൾ സോലസിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന കുട്ടികളുണ്ട്. അവർ കൊടുക്കുന്നതിൻ്റെ സന്തോഷം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവുക, ബാക്കി മരുന്നിൻ്റെയൊക്കെ കാര്യങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുക്കുക എന്നുള്ളൊരു സിസ്റ്റത്തിലേക്ക് വരണം എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സോലസിൻ്റെ ഡ്രീം. പിന്നെ അതാവുന്നിടത്തോളം സോലസ് നിലനിൽക്കുന്നു തന്നെയാണ്. അതിനെ എത്ര മെച്ചപ്പെടുത്താനുണ്ടോ അത്ര മെച്ചപ്പെടുത്തി സോലസ് നിലനിൽക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സോലസിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടി കുറച്ച് മനസ്സിലാകത്തക്ക വിധം ആണ് ഇതിൻ്റെ സംസാരം മുന്നോട്ട് പോകാൻ ഞാനും അങ്ങനെയാണ് ആഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ സമൂഹത്തിൽ ഈ നന്മ അല്ലെങ്കിൽ അത്തരം ചാരിറ്റി പ്രവർത്തനങ്ങളുടെ മേഖലയിൽ എന്തൊക്കെ മാറ്റം വരണമെന്നൊരു ഉൾക്കാഴ്ച കൂടി നൽകാനായിട്ട് ഷീബ അമീറിന് കഴിഞ്ഞു. ഷീബ അമീറിന് എല്ലാവിധ നന്ദിയും മനോരമയുടെ പേരിലും ഹോർത്തൂസിൻ്റെ പേരിലും ഈ കോഴിക്കോട് ബീച്ചിലെ ഈ ലൈറ്റ് ഹൗസിൻ്റെ പേരിലും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഞങ്ങൾ